ഹലോ എവ്രി വൺ, അക്കോർഡിംഗ് ടു ദ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യെസ്, ഇന്ന് ലേറ്റാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇന്നത്തെ ഗൈഡൻസ് എന്താണ് പ്രേക്ഷകരോട് ദൈവം, ഗാർഡിയൻ ഏഞ്ചൽസ്, സ്പിരിറ്റ് ഗൈഡ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഫെർട്ടിലിറ്റിയാണ്, അബണ്ടൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് ഫണി, കാരണം ഇന്ന് മോർണിംഗിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ അബണ്ടൻസിനെ കുറിച്ചാണ് എഴുതിയിരുന്നത്. ഓക്കെ, സോ അബണ്ടൻസ് എന്താണ്? അബണ്ടൻസ് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി എന്ന് പറയുന്നത് എന്ത്? നിങ്ങൾക്ക് സമൃദ്ധി എന്ന് ആലോചിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ ചെയ്യേണ്ടത്, ഇതുവരെ കിട്ടിയ ചില സമ്മാനങ്ങൾ, യൂണിവേഴ്സിൽ നിന്നാകാം, അച്ഛനമ്മമാരിൽ നിന്നാകാം, ഫ്രണ്ട്സിൽ നിന്നാകാം, കുഞ്ഞുങ്ങളിൽ നിന്നാകാം, ഹസ്ബൻഡിൽ നിന്നാകാം, വൈഫിൽ നിന്നാകാം, ഒക്കെ നിങ്ങൾക്ക് കിട്ടിയ സമ്മാനങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ, ഓക്കെ, അനുഗ്രഹങ്ങൾ, അത് എന്തെല്ലാം അത് ആലോചിക്കുക. ആൻഡ് ഇരട്ടി താങ്ക് യു, ഇരട്ടി നന്ദി ഇന്നത്തെ ദിവസം പ്രകടിപ്പിക്കുക. ബിക്കോസ് അതെന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രേക്ഷകരുടെ ഹാർട്ട് ചക്രയാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഹാർട്ട് ചക്ര നിങ്ങളുടെ സ്റ്റേബിൾ ആണെങ്കിൽ, സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ദാറ്റ് ഇസ് പ്രേക്ഷകർ അട്രാക്റ്റ് ചെയ്യുന്നതും അത് തന്നെയാണ്. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി എന്ത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു, എന്ത് പ്രേക്ഷകർ ആലോചിക്കുന്നു, അത് തന്നെയാണ് പ്രേക്ഷകർ വെളിയിൽ കൊടുക്കുന്നതും ആൻഡ് തിരിച്ച് ജീവിതത്തിൽ എടുക്കുന്നതും. ഓക്കെ, വെളിയിൽ കൊടുക്കുക ഇൻ ദ സെൻസ് യൂണിവേഴ്സിൽ കൊടുക്കുക, മറ്റ് ആൾക്കാരിൽ കൊടുക്കുക, നിങ്ങളുടെ നെയ്ബേഴ്സ്, നിങ്ങളുടെ സൊസൈറ്റിയിൽ കൊടുക്കുക. ഓക്കെ, ഇതിൽ ഒരു കാര്യം കൂടി ഗൈഡൻസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ശത്രുക്കൾ. ഓക്കെ, അവിടെയാണ് പോയിന്റ് ഇരിക്കുന്നത്. ഓക്കെ, അവിടെയാണെല്ലാം. ശത്രുക്കളെ പറ്റി ആലോചിക്കുമ്പോൾ, നിങ്ങളുടെ പ്രേക്ഷകരെ ഉപദ്രവിച്ചവരെ പറ്റി ആലോചിക്കുമ്പോൾ, ഓക്കെ, അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു നല്ല കാര്യം കാണുമ്പോൾ, അവരിങ്ങനെ ചെയ്തിട്ടും അവർക്കത് ലഭിച്ചല്ലോ എന്ന് വരാതെ, ഓ ദാറ്റ്സ് നൈസ്, അവർക്കത് ലഭിച്ചു, നല്ല കർമ്മമാണല്ലോ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഓക്കെ, വ്യത്യാസമുണ്ട് രണ്ട് കാര്യങ്ങളിലും, എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അവിടെ ശ്രദ്ധിക്കുക. ബിക്കോസ് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിക്ക പ്രേക്ഷകരും എല്ലാവരോടും വളരെ നന്മയോട് തന്നെയാണ് പെരുമാറുന്നത്. പക്ഷേ നമ്മളെ ദുഷിച്ചവർ, നമ്മളെ ട്രിഗർ ചെയ്തവർ, നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചവർ, അവരെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ അബണ്ടൻസ് കൂട്ടുന്നത്. ഓക്കെ, സോ അവരെ കുറിച്ച് നിങ്ങൾ നല്ലത് ആലോചിച്ചാൽ നിങ്ങൾക്ക് നല്ലത് ഇരട്ടി വേഗത്തിൽ വരും. അവരെക്കുറിച്ച് ചീത്തതാണ് ആലോചിക്കുന്നതെങ്കിൽ അതും ലഭിക്കുന്നതാണ്. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് വളരെ നല്ലതാണ്. അബണ്ടൻസ്, ഇന്നത്തെ ദിവസം അബണ്ടൻസ്. എന്തുകൊണ്ടും ഇന്നത്തെ ദിവസം എപ്പോഴും ഞാൻ വെനസ്ഡേ ആണ് ആലോചിക്കുന്നത്. ഐ ഡോണ്ട് നോ വൈ. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. പ്രേക്ഷകരോട് പറയുന്നത്, പ്രേക്ഷകരുടെ സമൃദ്ധിയിൽ വേണ്ടിയിട്ട് പ്രേക്ഷകർ ഏറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ പേഷ്യൻസിലൂടെ ചെയ്യൂ. ഓക്കെ, സമാധാനത്തോടെ ചെയ്യൂ. പെട്ടെന്ന് ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ ഫലം പ്രതീക്ഷിക്കാതിരിക്കൂ. സമാധാനത്തിൽ ചെയ്യൂ. ആൻഡ് സ്ട്രെസ് ലെവൽ കുറയ്ക്കൂ. ഓക്കെ, ഇഫ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കൂ. സൺ എനർജിയുമായിട്ട് വർക്ക് ചെയ്യുന്നു. സൺ എനർജിയായിട്ട് വർക്ക് ചെയ്യുക ഇൻ ദ സെൻസ്, രാവിലെ കുറച്ച് സമയം സൂര്യൻ്റെ പ്രകാശത്തിൽ ഇരിക്കാൻ പറ്റുന്ന പ്രേക്ഷകർക്കാണിത്. ഓക്കെ, സോ അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന പ്രേക്ഷകർ എന്ത് ചെയ്യുക? ആ ഒരു വെളിച്ചത്തിൽ, ആ ഒരു നല്ല വെയിൽ, ഓക്കെ, അതിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, പ്രേക്ഷകർ ഇരിക്കുമ്പോൾ, പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാം, ഓക്കെ, ആ ആഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഓക്കെ, ആൻഡ് മറ്റു പ്രേക്ഷകർ സൂര്യൻ്റെ പടം എടുത്ത് നിങ്ങൾക്ക് ആഫർമേഷൻ കൊടുക്കുകയോ ഗോൾഡൻ സൺറൈസ് ചൊല്ലുകയോ ചെയ്യാവുന്നതാണ്. ഓൾ റൈറ്റ്, വാട്ട് എൽസ്? അതോറിറ്റി. സോ എവിടെയോ ഐ ഫീൽ പ്രേക്ഷകർക്ക് അതോറിറ്റിയുടെ കുറവുണ്ട്. അതോറിറ്റി ഇൻ ദ സെൻസ്, നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം പക്ഷേ കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ എവിടെയോ പ്രേക്ഷകർക്ക് മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു തോന്നലാണ്. സോ ഇവിടെ പറയുന്നത്,
നിങ്ങളുടെ അബണ്ടൻസ് ഇരിക്കുന്നത് നിങ്ങളുടെ അതോറിറ്റിയിലാണ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു, പ്രേക്ഷകർ എന്താഗ്രഹിക്കുന്നു, പ്രേക്ഷകരുടെ ആഗ്രഹങ്ങളിലാണ് ഈ ഒരു അതോറിറ്റി ഇരിക്കുന്നത്, വിജയം ഇരിക്കുന്നത്. സോ ആ വിജയത്തെ കൂടുതൽ കൊണ്ടുവരൂ. എഗെയിൻ സൂര്യൻ്റെ ആ ഒരു പ്രകാശത്തെ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എത്ര സൺ എനർജി പ്രേക്ഷകർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത് ചെയ്യുക. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ശ്രദ്ധിക്കൂ, സർക്കിൾ, again yellow light circle, ഇവിടെ ശ്രദ്ധിക്കൂ, again ഇവിടെയും യെല്ലോ ലൈറ്റ് സർക്കിൾ. ഓക്കെ, ആൻഡ് ഈ ഒരു കാർഡ് പ്രേക്ഷകർക്ക് വന്നതും യെല്ലോ ലൈറ്റ് സർക്കിൾ. സോ സോളാർ പ്ലെക്സസ് എനർജി, സോളാർ പ്ലെക്സസ് ഏരിയ, ഓക്കെ, അത് ശ്രദ്ധിക്കൂ. അതുപോലെ തന്നെ സൺ എനർജിയുമായിട്ട് വർക്ക് ചെയ്യൂ. ഓക്കെ, കാരണം ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് സൂര്യൻ്റെ എനർജി വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. All right. Spirit guides, what are the messages? Movement, choices, decisions. So, സ്റ്റക്ക് എനർജി ആണ്, ഒന്നും നടക്കുന്നില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ബ്ലോക്കേജസ് ആണ് എന്ന് തോന്നുന്ന പ്രേക്ഷകർ നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഒരിടത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് നേരം നടക്കാൻ ശ്രമിക്കൂ. ഓക്കെ, ഏറെ നടക്കുന്ന വ്യക്തികൾ ആണ് എന്നുണ്ടെങ്കിൽ ഇരിക്കാൻ ശ്രമിക്കൂ. എവിടെയോ നിങ്ങളുടെ മൂവ്മെൻറ്റിൽ ഇത്തിരി വ്യത്യാസം വരേണ്ടതുണ്ട്. ബിക്കോസ് ആ എനർജി അങ്ങനെ കറങ്ങുകയാണ്. ഓക്കെ, ഒരേ സ്ഥലത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുക, ആ എനർജി ഒന്ന് മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചോയ്സസ് ആൻഡ് ഡിസിഷൻസ്, ശരിയായ ചോയ്സ്, ശരിയായ ഡിസിഷൻ ഈ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ഫീൽ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളെ, ബിക്കോസ് അബണ്ടൻസിൻ്റെ കാർഡും കൂടിയാണ് വന്നത്, ആൻഡ് വെനസ്ഡേ ശരിക്കും അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റിയുടെ ദിവസമാണ്. സോ ഐ ഫീൽ ഇന്നല്ലെങ്കിൽ നാളെ, ചില പ്രേക്ഷകർക്ക് ഇന്നായിരിക്കും, ചില പ്രേക്ഷകർക്ക് നാളെ ആയിരിക്കും, ഒരു ഡോർ ഓപ്പൺ ആകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഏറെ നാൾ കൊണ്ട് നിങ്ങൾ വിചാരിച്ച ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അടുത്ത് വരാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുകയാണ്. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ചോയ്സ് ചെയ്യുക. തേർഡ് ഐ ചക്ര. സോ തേർഡ് ഐ ചക്ര ഡെവലപ്പ് ആക്കൂ. ഐ ഫീൽ ഇവിടെ ആക്ച്വലി പ്രേക്ഷകരുടെ തേർഡ് ഐ ചക്ര തുറക്കുകയാണ്. ഓക്കെ, ഓൾറെഡി ആക്റ്റീവാണ്, ചില പ്രേക്ഷകരുടെ പൂർണ്ണമായും ആക്റ്റീവ് ആകാൻ പോകുകയാണ്. ട്രാൻസ്ഫോർമേഷൻ. സോ ട്രാൻസ്ഫോർമേഷൻ ഇന്നലെയും ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡ് ഉണ്ടായിരുന്നു. സോ എന്തിപ്പോൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചോയ്സസ് നിങ്ങൾ എടുക്കുന്നു, നിങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാരിൽ ഒക്കെ നിങ്ങൾ പോലും സർപ്രൈസ് ആയി പോകുന്ന ഡിസിഷൻസ് ആയിരിക്കും പ്രേക്ഷകർ എടുക്കുന്നത്. ഓക്കെ, ബട്ട് എടുക്കുന്ന ഈ ഡിസിഷനിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ദാറ്റ് നിങ്ങൾ ജയിക്കും. നിങ്ങളെ ഒരു ഫെയറി ഗൈഡ് ചെയ്യുന്നുണ്ട്. ഫെയറി ഇൻ ദ സെൻസ് ഫേ എന്ന് പറയും, വാട്ട് വി സേ, പരി, ആൻഡ് മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, സോ ഫെയറിയുടെ ഗൈഡൻസ് പ്രേക്ഷകർക്കൊപ്പമുണ്ട്. ഓൾറൈറ്റ്, പ്രത്യേകിച്ചും പ്രേക്ഷകർ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുകാർക്കൊപ്പം വെളിയിൽ നേച്ചറിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ആഗ്രഹം പെർട്ടിക്കുലർലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഏഞ്ചലിക് ഗൈഡൻസ്. ഓക്കെ, there is something better. Now let's see എന്താണെന്നുള്ളത്. What is something better? So I feel പ്രേക്ഷകർ ഓൾറെഡി ആലോചിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനെക്കാട്ടിലും മെച്ചമായ ഒരു കാര്യം വരുന്നുണ്ട്, സാമ്പത്തികം. ഓ മൈ ഗുഡ്നസ്, എഗെയിൻ നോ ആണ് വന്നത്. സോ സംതിങ് പ്രേക്ഷകർ ഇപ്പോൾ ആലോചിച്ചത്,
ഓക്കെ, ഈ ഏഞ്ചലിക് അഡ്വൈസ് കാർഡ് ഞാൻ എടുക്കുമ്പോൾ എന്താണോ ആലോചിച്ചത് അത് നോ ആണ്. അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. വാട്ട് എൽസ്? ഓ, പ്രേക്ഷകർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ആണ്. പ്രേക്ഷകർ ആദ്യം ഓക്കെ, ഇഫ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് വളർത്താൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു, ഓർ ഏതെങ്കിലും ഒരു കാര്യം എവിടെ പണം റിലേറ്റഡ് ആണോ, ഓക്കെ, അത് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ആദ്യം നിങ്ങളുടെ ഹെൽത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങും. ഓൾറെഡി ഇമ്പ്രൂവ്മെൻറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് അപ് ടു യു. യെസ്, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ചെയ്യാൻ പറ്റിയില്ല, ദെൻ എഗെയിൻ നിങ്ങൾ ശരിയാണ്. നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ എപ്പോൾ ചെയ്താലും എനിക്ക് 100% റിസൾട്ട് കിട്ടും എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അതും ശരിയാണ്. ഓക്കെ, സോ ഇത് റെസ്റ്റിംഗ് ടൈം ആണ് പ്രേക്ഷകർക്ക്. സോ ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് വൺ മോർ ടൈം. അതുകൊണ്ടാണ് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് പ്രേക്ഷകർക്ക് വന്നത്. ഓക്കെ, സഫറിങ് ഇൻ സൈലൻസ്. സോ പല പ്രേക്ഷകർക്കും നേരിടുന്ന ബുദ്ധിമുട്ട്, അബണ്ടൻസ് കിട്ടുന്നില്ല, സമൃദ്ധിയില്ല. ഓക്കെ, ഏറെ പ്രയത്നിക്കുന്നു പക്ഷേ ലഭിക്കുന്നില്ല. കാരണം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമാകാം, കൂടുതൽ കാര്യമാകാം, ഏറെ വിഷമിപ്പിക്കുന്നു എന്ന് വരെ ആ വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടോ അന്ന് വരെ നിങ്ങൾ ബ്ലോക്കേജസ് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, സോ പ്രേക്ഷകരോട് പറയുന്നത് ആ ബ്ലോക്കേജസ് എടുത്തു മാറ്റൂ എന്നതാണ്. ഓൾറൈറ്റ്, സോ അൺലെസ് ആൻഡ് അൺടിൽ ഈ ബ്ലോക്കേജസ് മാറിപ്പോകാതെ, അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങളുടെ വിഷമങ്ങൾ ഇല്ലാതായി പോകാതെ നിങ്ങൾക്ക് ആ അബണ്ടൻസിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഓക്കെ, സോ ഇതാണ് ഗൈസ് ഇന്നത്തെ റീഡിങ്. എൻ്റെ ഈ റീഡിങ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർക്ക് എൻ്റെ വീഡിയോസ് റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യാനും ക്രിസ്റ്റൽസ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് ബുക്ക് ചെയ്യാനും നമ്പേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. മെസ്സേജ് ചെയ്യുക. ആൻഡ് എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ ആൻഡ് ചാറ്റ് at 1111 പിക്ക് എ കാർഡ് റീഡിംഗ് ചാനലാണ്. കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.